ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ സ്റ്റാർ നയൻസിൻ്റെ 40ാം ജന്മദിനത്തിലാണ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി റിലീസായത്. മലയാളത്തിൽ വേണ്ടത്ര സ്വീകാര്യത നേടാൻ നയൻസിന് കഴിഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളേക്കാൾ മുകളിലാണ് നയൻസിൻ്റെ പ്രതിഫലം. ഒരു സിനിമാ ജീവിതം സ്വപ്നം കണ്ടിട്ടില്ല, ചലച്ചിത്ര മേഖലയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എന്നാൽ ഒറ്റയ്ക്ക് വഴിതെളിച്ചു വന്ന നയൻസിനെ സൂപ്പർ സ്റ്റാറിൻ്റെ പദവിയിൽ എത്തിച്ചത് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും ഹാർഡ് വർക്കുമാണ്. 2 പതിറ്റാണ്ടിലേറെയുള്ള നയൻസിൻ്റെ സിനിമാ ജീവിതം സ്വയം നേടിയെടുത്തതാണ്, പുരുഷതാരത്തിൻ്റെ പിന്തുണയില്ലാതെ നേടിയെടുത്തത്. അതുകൊണ്ടാണ് തമിഴകത്ത് മുൻപും പിൻപും താരറാണികൾ ഉണ്ടായിട്ടും നയൻസിന് മാത്രം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി നേടാൻ കഴിഞ്ഞത്. നയൻസിനൊപ്പം സിനിമാ മേഖലയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചവരുടെ ആത്മസമർപ്പണമാണ് ഡോക്യുമെൻ്ററിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. കർണാടകയിലെ ബാംഗ്ലൂരിൽ 1984 നവംബർ 18 ഡയാന മറിയം കുര്യൻ എന്ന പേരിലാണ് നയൻതാര ജനിച്ചത്. കേരളത്തിലെ തിരുവല്ലയിൽ നിന്നുള്ള ഒരു മലയാളി ക്രിസ്ത്യൻ കുടുംബത്തിൽ കുര്യൻ കോട്ടിയാടിൻ്റെയും ഓമന കുര്യൻ്റെയും മകൾ. ഒരു CA-കാരിയാകാൻ തീരുമാനിച്ച ഡയാന എന്ന പേരുള്ള സാധാരണക്കാരി പെൺകുട്ടി. എന്നാൽ പഠിക്കുന്നതിനിടയിൽ അത്യാവശ്യം മോഡലിംഗ് ജോബും ചെയ്തിരുന്നു. എന്നാൽ സിനിമയിലേക്ക് വരാനുള്ള വഴിയായിരുന്നു അതെന്ന് ഡയാന എന്ന പെൺകുട്ടി അന്ന് അറിഞ്ഞിരുന്നില്ല. ഒരു നിയോഗം എന്ന് പറയാം. സത്യൻ അന്തിക്കാട് പുതുമുഖത്തെ തേടുമ്പോഴാണ് നയൻസിൻ്റെ മുഖം മാഗസിനിൽ കാണാൻ ഇടയാകുന്നത്. ഉടൻ തന്നെ സത്യൻ അന്തിക്കാട് ഡയാന എന്ന പെൺകുട്ടിയുടെ അഡ്രസ്സ് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു. തൻ്റെ സിനിമയിൽ നായികയായി അഭിനയിക്കാൻ സാധിക്കുമോ എന്ന് ഡയാനയോട് നേരിട്ട് തന്നെ സത്യൻ അന്തിക്കാട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഡയാനയുടെ മറുപടി ഇല്ലെന്നായിരുന്നു. എൻ്റെ കസിൻസിനും കുടുംബാംഗങ്ങൾക്കൊന്നും തന്നെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ സത്യൻ അന്തിക്കാട് ചോദിച്ചത് ഡയാനയ്ക്ക് ഇഷ്ടമാണോ എന്നായിരുന്നു. എനിക്കിഷ്ടമാണ് എന്നായിരുന്നു ഡയാനയുടെ മറുപടി. ഡയാനയ്ക്ക് ഇഷ്ടമാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അഭിനയിക്കൊന്നും വേണ്ട, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരാനും കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കാനും അവസരം നൽകിയാണ് സത്യൻ അന്തിക്കാട് ചെയ്തത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയ ഡയാന അവിടെയുള്ളവരെ പരിചയപ്പെടുകയും ഷൂട്ടിംഗ് കാണുകയും പഠിക്കുകയും ചെയ്തു. പതിയെ ഡയാന തന്നെ സത്യൻ അന്തിക്കാടിനോട് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് അഭിനയിക്കേണ്ടത്? അങ്ങനെയാണ് മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ വേഷമിട്ടുകൊണ്ട് ഡയാന എന്ന പെൺകുട്ടി തൻ്റെ സിനിമാ ജീവിതത്തിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കുന്നത്. സിനിമയിൽ പതിവ് പോലെ നടക്കാറുള്ളതുപോലെ തന്നെ നടിയുടെ പേര് മാറ്റുന്നതിനെക്കുറിച്ച് സത്യൻ അന്തിക്കാട് ഡയാനയോട് പറഞ്ഞു. എന്നിട്ട് ഒരു ലിസ്റ്റും ഡയാനയ്ക്ക് നൽകി. ആ ലിസ്റ്റിൽ നിന്നും നയൻതാര എന്ന പേര് തന്നെ ഡയാന തിരഞ്ഞെടുക്കുകയും ചെയ്തു. മനസ്സിനക്കരെ എന്ന ചിത്രം അഭിനയിച്ചതിന് ശേഷം കോളേജിലേക്ക് തിരിച്ചു പോകാമെന്നും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാമെന്നും വിചാരിച്ചിരുന്ന നയൻതാര ചിത്രം ഇത്രയും ഹിറ്റാകുമെന്നോ തെന്നിന്ത്യയിൽ തന്നെയും കാത്ത് ഇത്രയും വലിയ താരപദവി കാത്തിരിക്കുന്നുണ്ടെന്നോ അറിഞ്ഞിരുന്നില്ല. നയൻസിൻ്റെ കരിയറിനും ഉയർച്ചയ്ക്കും കാരണക്കാരനായ സത്യൻ അന്തിക്കാട് തന്നെയാണ് ഡോക്യുമെൻ്ററിൽ ആദ്യ ഭാഗം നയൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ ഷീലയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ നായികയ്ക്ക് പുതുമുഖം വേണമെന്നായിരുന്നു സത്യൻ അന്തിക്കാടിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് നയൻതാരയെ തിരഞ്ഞെടുത്തത്. എന്നാൽ അതിനുശേഷമുള്ള നയൻസിൻ്റെ വളർച്ച മോഹൻലാൽ, മമ്മൂട്ടി, രജനികാന്ത്, ശരത് കുമാർ എന്നിവർക്കൊപ്പമായിരുന്നു. ആ ഉയർച്ചയിൽ നിന്നും അവളെ താഴെ ഇറക്കാൻ യാതൊന്നിനും കഴിഞ്ഞില്ല എന്നുമാണ് സത്യൻ അന്തിക്കാട് പറഞ്ഞത്. നയൻസ് സിനിമാ ജീവിതം തുടങ്ങി 3 വർഷമായപ്പോഴേക്കാണ് അച്ഛൻ രോഗാവസ്ഥയിലാവുന്നത്. പിന്നീട് അങ്ങോട്ടെല്ലാം നയൻസ് ഒറ്റയ്ക്കാണ് നേരിട്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും മറ്റാരുടെയും തന്നെ സഹായമില്ലാതെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് സിനിമയിൽ വളർന്നു വരാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നും എന്നാൽ നയൻതാര വളരെ ധൈര്യപൂർവ്വം സിനിമയിൽ ഉയർന്നു വന്നെന്നുമാണ് നിർമ്മാതാവ് പുഷ്പ കന്ദസ്വാമിയും ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്. തൻ്റെ ഹീറോ ആയിരുന്ന പിതാവ് രോഗബാധിതനായതിനെക്കുറിച്ചും അമ്മയുടെ പരിചരണത്തെക്കുറിച്ചുമൊക്കെ താരം നിറകണ്ണുകളോടെ പറയുന്നുണ്ട്. നയൻസിൻ്റെ അമ്മയുടെ സംസാരവും ഒരുപാട് നേരം ഡോക്യുമെൻ്ററി കാണാൻ സാധിക്കും. ഇങ്ങനൊരു മകളെ കിട്ടിയതിൽ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവതിയാണെന്നും അച്ഛൻ വീണുപോയപ്പോൾ മകൾ വീട്ടിൽ തന്നെ ICU സൗകര്യം ഒരുക്കിയാണ് നോക്കിയതെന്നും വിഘ്നേഷിനെ പോലൊരു മരുമകനെ കിട്ടിയതിൽ ഒരുപാട് ഭാഗ്യവതിയാണെന്നും ആ അമ്മ പറയുന്നുണ്ട്. എന്നാൽ നയൻസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരനുഭവങ്ങളെക്കുറിച്ചും അമ്മ വിഷമത്തോടെ പറയുന്നുണ്ട്. ഒരു കാലത്ത് തൻ്റെ മകളെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരു കാലം. 2 വർഷത്തോളം നയൻസിൻ്റെ കണ്ണീരും ജീവിതത്തിലെ തകർച്ചയും കണ്ടിരുന്ന സമയം. അപ്പോഴൊക്കെ ദൈവത്തിനെ വിളിച്ച് ഒന്ന് മാത്രമേ ആ അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, എൻ്റെ മകളെ തിരിച്ചു കിട്ടണം, എൻ്റെ മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് മാത്രം പ്രാർത്ഥിച്ചിരുന്നു. ഒടുവിൽ ദൈവം പ്രാർത്ഥന കേട്ടു. നയൻസിനെ എല്ലാ അർത്ഥത്തിലും ദൈവം തിരിച്ചു കൊണ്ടുവന്നു, ജീവിതത്തിലേക്കും കരിയറിലേക്കും. അതിനുള്ള കാരണവും നയൻസ് ഡോക്യുമെൻ്ററിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വിഘ്നേഷിന് മുൻപ് നയൻതാരയ്ക്കൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ പ്രണയത്തിൻ്റെ പേരിൽ നയൻതാരയ്ക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ബന്ധത്തിൽ പ്രണയിച്ച പുരുഷനൊപ്പം ഉണ്ടാകണമെങ്കിൽ നയൻതാരയ്ക്ക് സിനിമാ ജീവിതം ഉപേക്ഷിക്കണമായിരുന്നു. എന്നാൽ അതും നയൻസ് ചെയ്തു. ശ്രീരാമജയം എന്ന സിനിമയിൽ അഭിനയിച്ചതോടുകൂടെ ഇതെൻ്റെ അവസാനത്തെ സിനിമയാണെന്നും ഇനി ഞാൻ സിനിമയിൽ ഉണ്ടാവില്ല എന്നും പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു നയൻസ്. എന്നാൽ അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലും വളരെ വേദനയോടുകൂടിയാണ് താരം സിനിമാ ജീവിതം വിടാൻ തീരുമാനിച്ചത്. ഷൂട്ടിംഗ് ലൊക്കേഷൻ വിടുന്ന ദിവസം കരഞ്ഞുകൊണ്ടാണ് താരം അവിടം വിട്ടുപോയത്.
ആരുടെയും പേര് വെളിപ്പെടുത്താതെ തന്നെ നയൻസും നയൻസിന്റെ അമ്മയും നയൻസിന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരനുഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ 2 വർഷമാണ് നയൻതാര സിനിമാ ജീവിതം വിട്ടുനിന്നത്. എന്നാൽ നയൻതാരയുടെ ഒപ്പം വർക്ക് ചെയ്തവരെല്ലാം നയൻതാരയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വരണമെന്ന് കൂടെ വർക്ക് ചെയ്തവരും അതുപോലെ തന്നെ നയൻതാരയുടെ ആരാധകരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് ആ ബന്ധം വേർപിരിഞ്ഞതിന് ശേഷമാണ് വീണ്ടും സിനിമയിലേക്ക് നയൻതാര വന്നത്. നയൻതാരയെ തിരിച്ചു വിളിച്ചതിനെക്കുറിച്ച് നാഗാർജുനയും മറ്റു സംവിധായകരും വ്യക്തമായ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. നയൻതാരയുടെ തിരിച്ചുവരവ് സിനിമാ ലോകത്തുള്ളവരെയും ആരാധകരെയും ഒരുപാട് സന്തോഷിപ്പിച്ചു. രാജാറാണി എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും താരം തിരിച്ചെത്തിയത്. പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബന്ധനങ്ങളില്ല, നിയന്ത്രണങ്ങളില്ല, ആരെയും പേടിക്കാനുമില്ല. ചുരിദാറിലും ധാവണയിലും സാരിയിലും മാത്രം കണ്ട നയൻസിനെ പിന്നീട് ആരാധകർ കണ്ടത് ബിക്കിനി വേഷത്തിൽ വരെ എത്തി നിൽക്കുന്ന താരത്തെയാണ്. പുരുഷ താരങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു പെണ്ണിന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ കഴിയുമെന്ന് നയൻതാര തെളിയിച്ചു. പിന്നീട് തെന്നിന്ത്യയിൽ തന്നെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും അവർക്കും മേലെയുമായിരുന്നു നയൻസിന്റെ പ്രതിഫലം. ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ വേളയിലാണ് നയൻതാര വിഘ്നേഷ് ശിവനുമായി പ്രണയത്തിലാവുന്നത്. ഇരുവരും പ്രണയം രഹസ്യമാക്കി വെച്ചിരുന്നെങ്കിലും ധനുഷ് ഈ വിവരം അറിഞ്ഞിരുന്നു. ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് ധനുഷ് രാധിക ശരത് കുമാറുമായി പങ്കുവച്ച കാര്യങ്ങളെല്ലാം തന്നെ രാധിക ശരത് കുമാർ ഡോക്യുമെന്ററിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഡോക്യുമെന്ററിയിൽ വിഘ്നേഷ് ശിവന്റെ കടന്നുവരവ്. ഇരുവരും തമ്മിലുള്ള പ്രണയരംഗങ്ങളും ഞാനും റൗഡിദാൻ എന്ന സിനിമയിലെ ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രംഗങ്ങളും ഒക്കെയാണ് വിഘ്നേഷിന്റെ വരവിലൂടെ കാണിക്കുന്നത്. പിന്നീട് നയൻതാരയെക്കുറിച്ചുള്ള വിഘ്നേഷിന്റെ തുറന്നു പറച്ചിലുമുണ്ട്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ തുടക്കക്കാരനായിരുന്ന തന്നെ ഒരു സാധാരണക്കാരിയെ പോലെ അടുത്തു വന്ന് എനിക്ക് കോൺഫിഡൻസ് തന്നയാളാണ് നയൻതാര എന്നും ഷൂട്ടിംഗ് തീർന്ന ശേഷം ലൊക്കേഷൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് നയൻതാര തന്നെയാണ് വിഘ്നേഷിന് മെസ്സേജ് അയച്ചതെന്നും വിഘ്നേഷ് പറയുന്നുണ്ട്. അവിടെ മുതലാണ് രണ്ടുപേരുടെയും പ്രണയത്തിന്റെ തുടക്കം. വിവാഹ മണ്ഡപത്തിന്റെ ഒരുക്കങ്ങളും നയൻതാരയുടെയും വിഘ്നേഷിന്റെയും വിവാഹ ഡ്രസ്സിനെ കുറിച്ചും മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും വിവാഹത്തിന് നയൻതാര അനുഭവിച്ച ടെൻഷനും എല്ലാം ഡോക്യുമെന്ററിയിൽ വ്യക്തമാണ്. രജനീകാന്ത്, ഷാരൂഖ് ഖാൻ, സൂര്യ, ജ്യോതിക, കാർത്തി തുടങ്ങിയ വലിയ താരനിരകൾ തന്നെ പങ്കെടുത്ത വിവാഹമായിരുന്നു നയൻതാരയുടെയും വിഘ്നേഷിന്റെയും. വിഘ്നേഷിന്റെ ഇഷ്ട കളർ റെഡ് ആയതുകൊണ്ട് തന്നെ റെഡ് കളറുള്ള വിവാഹ വേഷമാണ് നയൻതാര അണിഞ്ഞത്. 2022 ഇരുവരുടെയും വിവാഹം. നമ്മൾ കാണാത്ത പല വിവാഹ ഫൂട്ടേജുകളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2022 ജനിച്ച ഉയറിന്റെയും ഉലകിന്റെയും മാതാപിതാക്കളായി മാറിയ നയൻതാരയുടെയും വിഘ്നേഷിന്റെയും കഥ പറയുന്നതോടെ ഡോക്യുമെന്ററി അവസാനിക്കുകയാണ്. ഡോക്യുമെന്ററിയിൽ തുടക്കം മുതൽ അവസാനം വരെ നയൻസിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഉയർച്ചയും താഴ്ചയും ദുരനുഭവങ്ങളും എല്ലാം തന്നെ നയൻസ് വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും നയൻതാരയുടെ ആരാധകർ കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.